തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതി അവിശ്വാസത്തിൽ താഴെ വീഴാൻ സാധ്യത. യു.ഡി.എഫ് കൊണ്ടുവരുന്ന അവിശ്വാസം ഈ മാസം 29-ന് കൗൺസിൽ ചേരുമ്പോൾ പ്രമേയമായി അവതരിപ്പിക്കാൻ തീരുമാനമായ സാഹചര്യത്തിൽ നഗരസഭയിലെ കക്ഷിനില അനുസരിച്ച് ബി.ജെ.പിക്ക് 50 സീറ്റും ഇടതുപക്ഷത്തിന് 29 സീറ്റും യു.ഡി.എഫിന് 20 സീറ്റും ഇതിനോടൊപ്പം 2 സ്വതന്ത്രന്മാരുമാണുള്ളത്. നിലവിൽ 50 സീറ്റിൽ വിജയിച്ചിട്ടുള്ള ബി.ജെ.പി. ഒരു സ്വതന്ത്രന്റെ സഹായത്തോടെയാണ് കേവല ഭൂരിപക്ഷം ഉറപ്പിച്ച് നിലവിൽ ഭരണം തുടരുന്നത്. എന്നാൽ നഗരസഭയിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഭരണസ്തംഭനത്തെ തുടർന്ന് അതും ഹൈക്കോടതി 20ഓളം ബി.ജെ.പി. പ്രവർത്തകരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയതിനോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ കാപ്പ കേസ് ചുമത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യത്തിൽ നിലവിൽ ബി.ജെ.പിയുടെ കക്ഷിനില 50ആയി ചുരുങ്ങിയിട്ടുണ്ട്. ഈ സന്ദർഭത്തിലാണ് അവിശ്വാസ പ്രമേയത്തിന് കൂടുതൽ സ്കോപ്പ് വന്നിരിക്കുന്നതും അവിശ്വാസ പ്രമേയം കൃത്യമായി പാസാക്കപ്പെട്ടാൽ ബി.ജെ.പി. ഭരണസമിതി പുറത്തേക്ക് പോകേണ്ട അവസരമൊരുങ്ങുകയാണ്. അതിന് സാധ്യത എങ്ങനെയെന്ന് വെച്ചാൽ നിലവിൽ 50 സീറ്റ് മാത്രമുള്ള ബി.ജെ.പിക്ക് 51ാമത്തെ സീറ്റായിരുന്ന സ്വതന്ത്രൻ, ആ സ്വതന്ത്രൻ നിലനിൽക്കുമ്പോൾ തന്നെ ബി.ജെ.പിയുടെ ഒരു കൗൺസിലർ ജയിലിൽ കിടക്കുന്നതിനാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പോ കക്ഷിനില 50ലേക്ക് താഴുകയാണ്, 101ൽ 100ആയി ചുരുങ്ങുകയാണ്. എതിർപക്ഷത്ത് നോക്കുമ്പോൾ യു.ഡി.എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ 20 സീറ്റുണ്ട് യു.ഡി.എഫിന്. 29 സീറ്റുള്ള ഇടതുപക്ഷം പുറത്തുനിന്ന് യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാൻ ധാരണയായതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതിനോടൊപ്പം 2 സ്വതന്ത്രരുടെ പിന്തുണ കൂടി കിട്ടുകയാണെങ്കിൽ യു.ഡി.എഫിന്റെ 20ഉം എൽ.ഡി.എഫിന്റെ 29ഉം ചേരുമ്പോൾ 49 സീറ്റായി. അതിനോടൊപ്പം 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി കിട്ടുകയാണെങ്കിൽ 51 സീറ്റോടുകൂടി ഭരണം അട്ടിമറിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരികയാണ്. അതിൽ ഒരു സ്വതന്ത്രൻ നിലവിൽ യു.ഡി.എഫിനോടൊപ്പം തന്നെയാണ്. അതുകൊണ്ട് യു.ഡി.എഫിന് 21 സീറ്റുണ്ട്. പൗണ്ടുകടവ് വാർഡിൽ വിജയിച്ചിട്ടുള്ള കൗൺസിലർ നിലവിൽ യു.ഡി.എഫിന്റെ സ്വതന്ത്രനായിരുന്നു. ഇത് പോരാഞ്ഞിട്ട് പാറ്റൂരംഗമായിട്ടുള്ള രാധാകൃഷ്ണനാണ് കറുത്ത കുതിരയായി മാറാൻ പോകുന്നത്. നിലവിൽ രാധാകൃഷ്ണന്റെ പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പി. കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇടതുപക്ഷവുമായി ബന്ധമുള്ള പാറ്റൂർ രാധാകൃഷ്ണൻ ഒരു പക്ഷേ കാലു വാരുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിലവിലെ ഭരണസമിതി താഴെ പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പരിപൂർണമായി അനിശ്ചിതത്വത്തിലായ അവസ്ഥയിലാണ്. ഇതിനോടൊപ്പം തന്നെ നേരത്തെ ഹൈക്കോടതി 20 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയ പശ്ചാത്തലത്തിൽ അവരുടെ വോട്ടോടുകൂടി വിജയിച്ച മേയറും ഡെപ്യൂട്ടി മേയറും ഹൈക്കോടതിയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കിയ ഉത്തരവ് പുറത്തു വന്നപ്പോൾ അവരുടെ വോട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ട മേയറും ഡെപ്യൂട്ടി മേയറുടെയും വിജയവും അസാധുവാക്കപ്പെടും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും തിരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ അടുത്ത ഹർജിയും പോയിട്ടുണ്ട്. അതുകൂടി റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള പ്രതിസന്ധി ഭരണപക്ഷത്തിനുണ്ടാവുകയാണ്. എന്തായാലും 6 മാസത്തിനുള്ളിൽ മോഡിജി നേരിട്ട് വന്ന് അനുഗ്രഹിച്ച തിരുവനന്തപുരം നഗരസഭാ ഭരണം താഴെ വീഴാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. സാങ്കേതികമായ കാര്യങ്ങളെല്ലാം കൃത്യമായി നീക്കുപോക്ക് നടത്തുകയും യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ ഇന്ത്യ മുന്നണി എന്ന നിലയ്ക്ക് ധാരണയാവുകയും യു.ഡി.എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയും 2 സ്വതന്ത്രന്മാർ ഒപ്പം നിൽക്കുകയും ചെയ്താൽ ഭരണം യു.ഡി.എഫിന്റെ കൈകളിലേക്ക് എത്താൻ അവസരമുണ്ടാവുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നീക്കം വിജയിക്കാനുള്ള സാഹചര്യം കാണുകയാണ്. 6 മാസത്തിനുള്ളിൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ബ്ലൂ പ്രിന്റ് വികസനക്കാർ നഗരസഭയിൽ നിന്ന് തൂത്തെറിയപ്പെടാനുള്ള അവസരമുണ്ടാകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. കേവലം പ്രസവിച്ച 6 മാസത്തിനകത്ത് ബി.ജെ.പി. കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കിയ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.